ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ എല്ലാവരും വെക്കേഷൻ മൂഡിൽ ആയിരിക്കുമല്ലേ? ഈ വെക്കേഷൻ നമുക്ക് സ്ക്രീൻ ടൈം കുറച്ച് എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒന്നാക്കി മാറ്റിയാലോ? ചിരിച്ചും കളിച്ചും വായിച്ചും യാത്ര പോയും ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിച്ചും നമുക്ക് ഈ വെക്കേഷൻ ആസ്വാദ്യകരമാക്കാം. വെക്കേഷന് കളിക്കാൻ പറ്റിയ കുറച്ച് നാടൻ കളികളാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 5 കളികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തുടർന്നുള്ള വീഡിയോയിൽ കുറച്ചുകൂടി കളികളെക്കുറിച്ച് വിശദീകരിക്കാം. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് കളികളെ പരിചയപ്പെടാം. കുഴിപ്പന്ത് കളി ഒരു നാടൻ കളിയാണ്. കുഴിപ്പന്ത് കളി തെങ്ങോല കൊണ്ട് ഉണ്ടാക്കിയ പന്താണ് ഈ കളിക്ക് ഉപയോഗിക്കുന്നത്. കളിക്കുന്നവർ എല്ലാവർക്കും ഓരോ ചെറിയ കുഴി ഒരേ വലുപ്പത്തിൽ നേർരേഖയിൽ ഉണ്ടാക്കുന്നു. കുഴികളുടെ 2 അറ്റത്തായി 2 പേർ നിൽക്കും. ബാക്കിയുള്ളവർ കുഴിക്കു ചുറ്റുമായി നിൽക്കും. 2 അറ്റത്തു നിൽക്കുന്നവർ കുഴിക്കു മീതെ പന്ത് ഉരുട്ടും. ആരുടെ കുഴിയിലാണോ പന്ത് വീഴുന്നത് അയാൾ പന്തെടുത്ത് മറ്റുള്ളവരെ എറിയും. ഏറുകൊണ്ടയാൾ അതെടുത്ത് വേറൊരാളെ എറിയും. ഏറു കൊണ്ടിട്ടില്ലെങ്കിൽ അയാളുടെ കുഴിയിൽ ഒരു ചെറിയ കല്ലിടുക. വീണ്ടും കുഴിക്കു മീതെ പന്ത് ഉരുട്ടി കളി തുടരുക. ആരുടെ കുഴിയിൽ 5 കല്ല് ആകുന്നുവോ അയാൾ കളിയിൽ നിന്നും പുറത്താവും. ഇങ്ങനെ കളി തുടരാവുന്നതാണ്. കുഴിക്കു മീതെ പന്ത് ഉരുട്ടുമ്പോൾ മറ്റുള്ളവരുടെ കുഴിയിൽ പന്ത് വീഴിക്കാൻ തക്കവണ്ണം ഉരുട്ടി കളി രസകരമാക്കാവുന്നതാണ്. ഈർക്കിൽ കളി തെങ്ങിൻ്റെ ഈർക്കിലുകൾ ഉപയോഗിച്ച് കുട്ടികൾ കളിക്കുന്ന ഒരു നാടൻ കളിയാണ് ഈർക്കിൽ കളി. നൂറാങ്കോൽ, റാണിയും മക്കളും എന്നീ പേരുകളിലും ചില പ്രദേശങ്ങളിൽ ഈ കളി അറിയപ്പെടുന്നു. 2 അതിലധികമോ പേർ തറയിൽ ഇരുന്നാണ് കളിക്കുക. വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമായ ഈ കളി കാറ്റടിക്കാത്ത മുറിക്കകത്തും കോലായിലും വെച്ചാണ് സാധാരണ കളിക്കുക. കളിക്കുന്ന രീതി: വ്യത്യസ്ത നീളങ്ങളിലുള്ള 2 തരം ഈർക്കിലുകളാണ് ഈ കളിയിൽ ഉപയോഗിക്കുന്നത്. 4 ഇഞ്ചോളം നീളത്തിലുള്ള 10 എണ്ണവും 10 ഇഞ്ചോളം വലിപ്പമുള്ള ഒരു ഈർക്കിലുമാണ് കളിക്കു വേണ്ടത്. ഓരോ തരം ഈർക്കിലിനും വ്യത്യസ്ത വിലയാണുള്ളത്. ചെറിയ ഈർക്കിലിന് 10ഉം വലിയ ഈർക്കിലിന് 100ഉം ആണ് വില. ഈ ഈർക്കിലുകൾ പകുത്ത് കുരിശു രൂപത്തിൽ പിടിച്ച് നിലത്തേക്ക് ചെറിയ ശക്തിയിൽ ഇടും. ചിതറിക്കിടക്കുന്ന ഈർക്കിലുകൾ മറ്റ് ഈർക്കിലുകൾ അനങ്ങാതെ സൂക്ഷ്മതയോടെ ഓരോന്നായി എടുക്കണം. ഏറ്റവും വലിയ ഈർക്കിലിന് മുകളിൽ ഒരു ഈർക്കിലെങ്കിലും വന്നില്ലെങ്കിൽ ആ കളിക്കാരൻ അവസരം അടുത്ത കളിക്കാരന് കൈമാറണം. നിലത്ത് വീണിരിക്കുന്ന ഈർക്കിലുകൾക്ക് ഓരോന്നായി മറ്റുള്ള ഈർക്കിലുകൾ അനങ്ങാതെ എടുക്കണം. പുറത്തേക്ക് ഒറ്റയായി തെറിച്ച് വീണിരിക്കുന്ന ഈർക്കിലുകളെ ആദ്യം കൈക്കലാക്കുന്നു. പിന്നീട് ഏതെങ്കിലും ഈർക്കിൽ ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ മറ്റ് ഈർക്കിലുകളെ ചിള്ളി മാറ്റി പുറത്തെടുക്കണം. കൂടെയുള്ള കളിക്കാർ ഈർക്കിൽ അനങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. അനങ്ങിയാൽ കളി നിർത്തി അടുത്തയാൾക്ക് കളിക്കാം. അനങ്ങുന്നതുവരെ സ്വന്തമായി കിട്ടിയ ഈർക്കിലിൻ്റെ വില കൂട്ടിവെക്കും. മുഴുവൻ ഈർക്കിലുകളും എടുക്കാനായാൽ 200 വില ആ കളിക്കാരന് ലഭിക്കും. കളിയിൽ വിദഗ്ധനായാൽ ഉയരത്തിൽ നിന്നും ശക്തിയിലും ഈർക്കിൽ കൂട്ടം താഴോട്ടിട്ട് ഏറ്റവും വലിയ ഈർക്കിലിന് മുകളിൽ 1ഓ 2ഓ ഈർക്കിൽ മാത്രം വരുന്ന വിധം ചിതറിയിടാനും മറ്റുള്ള ഈർക്കിലുകൾ പരസ്പരം തൊടാതെ അകന്നു വീഴ്ത്താനും സാധിക്കും. നിബന്ധനകൾ: ഈർക്കിലുകൾ കുരിശു രൂപത്തിൽ പിടിക്കണം. തറയിലേക്കിട്ടു ചിതറിക്കിടക്കുമ്പോൾ 100 എന്ന ഈർക്കിലിന് മുകളിൽ ഏതെങ്കിലും ഒരു ഈർക്കിൽ ഉണ്ടായിരിക്കണം. എല്ലാ ഈർക്കിലും അനങ്ങാതെ എടുത്താൽ തുടർന്നും കളിക്കാം. ആരുടെ കയ്യിൽ മോതിരം കേരളത്തിലെ ഒരു നാടൻ കളിയാണ് ആരുടെ കയ്യിൽ മോതിരം. കളിക്കാർ 2 ടീമായി തിരിഞ്ഞ് നിശ്ചിത അകലത്തിൽ പരസ്പരം അഭിമുഖമായി നിൽക്കുക. ഓരോ ടീമിലും ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. ക്യാപ്റ്റൻ്റെ കയ്യിൽ ഒരു മോതിരം വെച്ചിരിക്കും. ഇനി മോതിരമില്ലെങ്കിൽ വേറെന്തെങ്കിലും ചെറിയ വസ്തു ആയാലും മതി. ഓരോ ടീം അംഗങ്ങളും തങ്ങളുടെ 2 കൈകളിലെയും വിരലുകൾ പരസ്പരം കോർത്ത് ഒരു കുമ്പിൾ പോലെ പിറകിൽ പിടിക്കുക. ടീമിൻ്റെ ക്യാപ്റ്റൻ തൻ്റെ കയ്യിലിരിക്കുന്ന മോതിരം ടീമിൻ്റെ പിറകിലൂടെ നടന്ന് ടീം അംഗങ്ങളിൽ ഒരാളുടെ ഉള്ളംകൈയിൽ വെച്ചു കൊടുക്കുന്നു.
ഓരോരുത്തരുടെയും പിറകിൽ ചെന്ന് മോതിരം വെച്ചു കൊടുക്കുന്നതായി ഭാവിക്കുന്നു. അഭിനയിക്കുന്നതിലാണ് കളിയുടെ ജയം. അതിനുശേഷം ക്യാപ്റ്റൻ ആരുടെ കയ്യിൽ മോതിരം എന്ന് ഉറക്കെ ചോദിക്കുന്നു. എതിർ ടീം അംഗങ്ങൾ പേര് പറയുമ്പോൾ മോതിരം വെച്ച ടീമിലെ ആ പേരുള്ളയാൾ തൻ്റെ 2 കൈകളും മുന്നോട്ട് നിവർത്തി കാണിക്കുന്നു. ഉത്തരം ശരിയായി പറഞ്ഞാൽ ആ ടീം ജയിക്കുന്നു. കുളം കര. 2 അതിലധികമോ കുട്ടികൾ കളിക്കുന്ന ഒരു നാടൻ കളിയാണ് കുളം കര. കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു വൃത്തം വരക്കുക. വൃത്തത്തിന് ചുറ്റുമായി കുട്ടികൾ നിൽക്കണം. വൃത്തത്തിന് നടുവിലായി ഒരു നേതാവും. നേതാവാണ് കളി നിയന്ത്രിക്കുന്നത്. വൃത്തത്തിന് ഉൾവശം കുളവും പുറംഭാഗം കരയുമായി സങ്കല്പിക്കുക. നേതാവ് കുളം കര എന്ന് മാറി മാറി പറയുന്നതിനനുസരിച്ച് കുട്ടികൾ കുളത്തിലേക്കും കരയിലേക്കും മാറി മാറി ചാടണം. ചിലപ്പോൾ നേതാവ് കുളം അല്ലെങ്കിൽ കര തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയം തെറ്റായ ചാട്ടം നടത്തുന്ന കുട്ടികൾ കളിയിൽ നിന്ന് പുറത്തു പോകും. കളിയിൽ അവസാനം വരെ നിൽക്കുന്ന കുട്ടി വിജയിക്കുകയും ചെയ്യും. സാറ്റ് കളി അഥവാ ഒളിച്ചുകളി. എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാവുന്ന കളിയാണിത്. ഒരാൾ ഒരു മരത്തിൻ്റെയോ ഭിത്തിയുടെയോ അടുത്ത് ചാരി നിന്ന് കണ്ണടച്ച് 1 മുതൽ 50 അല്ലെങ്കിൽ 100 വരെ എണ്ണുന്നു. എണ്ണുന്ന ആൾ എണ്ണിത്തീരുന്നതിന് മുമ്പ് മറ്റുള്ളവർ ഒളിക്കുന്നു. എണ്ണുന്ന ആൾ ഒളിച്ചിരിക്കുന്ന ആൾ കണ്ടുപിടിക്കുന്നതാണ് സാറ്റ് കളി. എണ്ണുന്ന സ്ഥലത്തിന് സാറ്റ് കുറ്റി എന്ന് പറയുന്നു. സാറ്റ് കുറ്റിയുടെ തൊട്ടടുത്ത് ഒളിച്ചിരിക്കാൻ പാടില്ല. എണ്ണുന്ന ആൾ എണ്ണിക്കഴിഞ്ഞാലുടനെ സാറ്റേ എന്ന് വിളിച്ചു പറയണം. അതിനുശേഷം ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാലുടനെ അയാളുടെ പേര് വിളിച്ചു പറഞ്ഞ് സാറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് സാറ്റ് കുറ്റിയിൽ തൊടണം. ഇങ്ങനെ എല്ലാവരെയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കപ്പെട്ടയാൾ എണ്ണണം. നിങ്ങളുടെ നാട്ടിൽ ഈ കളികൾക്ക് എന്തു പേരാണ് പറയുന്നത്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പഴയ കാലത്തെ കളികളൊന്നും വെറും കളികളായിരുന്നില്ല. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തെ സ്വാധീനിക്കുന്ന നല്ല പാഠങ്ങളായിരുന്നു ഓരോന്നും. കൊല്ലും കൊലയും കളികളായി മാറിയ നവസാങ്കേതിക വിദ്യയുടെ കാലത്ത് നന്മയുടെ, സ്നേഹത്തിൻ്റെ, ഒരുമയുടെ കൂട്ടായ്മകളായ പഴയ കളിയും കളിക്കളങ്ങളും ചില വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.